നമ്മളിന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെയൊക്കെ അധികം ആളുകളുടെ കയ്യിലും രണ്ട് മൊബൈൽ ഫോണുകൾ ഉണ്ടാവും. രണ്ട് മൊബൈൽ ഫോൺ ചിലപ്പോൾ ഒരേ സമയം കയ്യിൽ പിടിക്കും, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ച് ഒരു മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ വെക്കും. ഇങ്ങനെ സ്ഥിരമായിട്ട് രണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് ഞാൻ ചെറിയൊരു ട്രിക്ക് കാണിച്ചുതരാം. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെല്ലാവരും ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ പ്ലേ സ്റ്റോറിലാണ്. ഈ പ്ലേ സ്റ്റോറിൽ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്ക് ഈ മൊബൈൽ ഫോൺ, ഇപ്പോൾ വീട്ടിലുള്ള ഒരാളുടെ മൊബൈൽ ഫോണാണ്, അല്ലെങ്കിൽ കുട്ടികളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണാണ്, നിങ്ങളുടെ തന്നെ രണ്ട് മൊബൈൽ ഫോണാണ്. ഈ രണ്ട് മൊബൈൽ ഫോണിൽ ഈ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പം നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ പ്ലേ സ്റ്റോറാണ് ഓപ്പൺ ചെയ്യുന്നത്. കാരണം നമ്മൾ ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്ലേ സ്റ്റോറിൽ നിന്നാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ സെറ്റിങ്സ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ താഴെ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്നുള്ള ഒരു സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ വലതു ഭാഗത്ത് മാനേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ മാനേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമുക്ക് ദിസ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ കാണും. ഈ ദിസ് ഡിവൈസ് എന്നുള്ള ഒരു സെലക്ഷനിലാണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ. ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മൊബൈൽ ഫോണിനകത്തുള്ള ആപ്പുകളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ നമ്മുടെ ഫോണിനകത്ത് ഏതൊക്കെ ആപ്പുകളുണ്ട്, അത് എത്ര MB ആണ് ഉപയോഗിക്കുന്നത്, ആ ഒരു ആപ്പിന് എത്ര GB ഉപയോഗിക്കുന്നുണ്ട്, എത്രത്തോളം ഫയലുകളുണ്ടെന്നൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമില്ലാത്ത ആപ്പാണെങ്കിൽ ഇത് അവസാനം കാണുന്ന ഈ ബോക്സിൽ ഇങ്ങനെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏറ്റവും മുകളിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഞാൻ രണ്ടാമതൊരു കാര്യം കാണിച്ചുതരാം. ഇവിടെ ദിസ് ഡിവൈസ് എന്ന് കാണുന്ന ഈ ഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ആ ദിസ് ഡിവൈസ് എന്നുള്ള ഭാഗത്ത് തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടെ രണ്ടാമത്തെ ഒരു ഭാഗം നോക്കുക, റെഡ്മി മൊബൈൽ ഫോൺ കാണിക്കുന്നുണ്ട്. അതായത് മുകളിൽ ദിസ് ഡിവൈസ് എന്നാണ്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഓപ്പോ മൊബൈൽ ഫോണിലാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഓപ്പോ മൊബൈൽ ഫോണിൽ കാണിക്കുന്ന ഈ ഭാഗമാണ് ദിസ് ഡിവൈസ്. അതായത് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണാണ് ദിസ് ഡിവൈസ്. രണ്ടാമത്തെ റെഡ്മി, അതായത് എൻ്റെ വീട്ടിലുള്ള മറ്റൊരു ഫോണാണ് ഇത്. ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണാൻ നിൽക്കും മറ്റു ചില ആപ്പുകളാണ് ഇതിനകത്ത് കാണുന്നത്. എൻ്റെ മറ്റൊരു മൊബൈൽ ഫോൺ, ഇപ്പം എൻ്റെ വീട്ടിലുള്ള ആ ഒരു മൊബൈൽ ഫോൺ ഞാൻ സെലക്ട് ചെയ്തപ്പോൾ അതിനകത്ത് ഏതൊക്കെ ആപ്പുകളാണ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നും ആ ആപ്പിനകത്ത് എത്ര GB ഫയലുകൾ സേവ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ആ ഒരു മൊബൈൽ ഫോണിനകത്ത് നമുക്ക് ഏതെങ്കിലും ആപ്പുകൾ വേണ്ടെങ്കിൽ അത് ഇതുപോലെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് ഏറ്റവും മുകളിൽ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. വീട്ടിലുള്ള കുട്ടികളുടെ കയ്യിലൊക്കെ ഫോൺ കൊടുക്കുമ്പോൾ അവരുടെ മൊബൈൽ ഫോൺ ജസ്റ്റ് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക. അവർ ഏതൊക്കെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ, നമ്മളറിയാതെ ഏതെങ്കിലും ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബോക്സ് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിലീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഫോണിൽ നിന്ന് ആ ഒരു ആപ്പ് ഡിലീറ്റ് ആയി പോകും. അതായത് നമുക്ക് അവരുടെ ഫോണിൽ നിന്ന് ആപ്പുകൾ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫോൺ തന്നെ കിട്ടണമെന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ദിസ് ഡിവൈസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ രണ്ടാമത്തെ മൊബൈൽ ഫോൺ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ ആപ്പുകൾ കാണും. ഇവിടെ വെച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. ഓർക്കുക, ഈ രണ്ട് ഡിവൈസിലും ഒരേ ഇമെയിൽ ID ലോഗിൻ ചെയ്തിരിക്കണം എന്ന് മാത്രം. അങ്ങനെ ലോഗിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അതായത് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൊബൈൽ ഫോണിനകത്തുള്ള അതേ മെയിൽ ID എൻ്റെ വീട്ടിലുള്ളപ്പോൾ ഞാൻ കാണിച്ച റെഡ്മി മൊബൈൽ ഫോൺ അതിലും ഇതേ മെയിൽ ID ഉണ്ടായിരിക്കണം. ജസ്റ്റ് അതിനകത്ത് ഉണ്ടായിരുന്നാൽ മതി. ഇപ്പോൾ രണ്ട് മൊബൈൽ ഫോണിൽ ഒരേ മെയിൽ ID ഉണ്ടായിരുന്നാൽ മതി. നിങ്ങളുടെ ഫോണിനകത്ത് നിന്ന് ആ മെയിൽ ID സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ മുകളിൽ മെയിൽ IDയുടെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് മെയിൽ ID സെലക്ട് ചെയ്യാൻ സാധിക്കും. വളരെ യൂസ്ഫുൾ ആണ്, നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. പ്രത്യേകിച്ച് കുട്ടികളുടെയൊക്കെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കുന്ന ആളുകൾ അവർ ഏതൊക്കെ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് കാണാനും അത് ആവശ്യമില്ലെങ്കിൽ നമ്മുടെ ഫോണിൽ വെച്ചുകൊണ്ട് തന്നെ അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ ആളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.